പേരോടിനോട് എന്തോ ദേഷ്യമുള്ളതുകൊണ്ടോ സംഘടനയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ സലഫിയായിട്ടുള്ളത്. സംഘടനയായിട്ട് പല ആളുകളും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി വന്നിട്ട് പിന്നെ ഉസ്താദുമാരെ പറ്റി ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പറഞ്ഞ് അങ്ങനെ സംഘടനയുടെ കൈ അടി വാങ്ങുന്ന പല ആളുകളുണ്ട്. ഈ സംഘടനക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ, ഖുർആൻ പറഞ്ഞ രൂപത്തിൽ ജീവിച്ചാൽ പോരെ, അങ്ങനെയെങ്കിൽ മുജാഹിദുകൾ നമ്മളെ ആക്ഷേപിക്കൂലല്ലോ. മുജാഹിദ് ആകേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ ഖുർആന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ മതിയല്ലോ. ഖുർആനും ഹദീസും മുറുകെ പിടിക്കുന്ന ആ ആശയത്തിൽ ജീവിക്കുകയും അത് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് സലഫി പ്രസ്ഥാനമെന്ന് എന്റെ അനുഭവത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. പണ്ഡിതന്മാർ കാണിക്കുന്ന വാലും തലയും മുറിച്ചിട്ടുള്ള കുറെ ക്ലിപ്പിങ്ങുകൾ, ആ ക്ലിപ്പിങ്ങുകളിലൂടെ തെറ്റിദ്ധരിച്ചു ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവരും നിന്ദിക്കുന്നവരും മഹാത്മാക്കളെ പരിഹസിക്കുന്നവരും നിന്ദിക്കുന്നവരുമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അള്ളാന്റെ റസൂലിനെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു വിഭാഗം ലോകത്തില്ല എന്ന് അനുഭവിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞു. അത് സഹോദരന്മാർ മനസ്സിലാക്കണം, സ്നേഹിക്കണം, മഹാത്മാക്കളെ സ്നേഹിക്കണം. ആ കാര്യത്തിലൊന്നും നമുക്കൊരു സംശയമില്ല. നമ്മളൊന്ന് ഓർത്തു നോക്കി, ഒറ്റ കാര്യം, അള്ളാന്റെ റസൂലിന്റെ സ്നേഹം പറഞ്ഞിട്ടാണ് ഈ സമൂഹത്തെ എന്ത് ചെയ്യുന്നത്, ഈ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നു. അള്ളാഹുവിനോടുള്ള സ്നേഹം, നമ്മൾ നബിദിനം കഴിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് നബിയോട് സ്നേഹമില്ല. അപ്പൊ നബിദിനം കഴിക്കുന്നവർക്കൊക്കെ വിചാരം അവർ ഭയങ്കരമായിട്ട് നബിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണയാണ്. ക്രിസ്ത്യാനികൾ അവർ ഈസാ നബിയെ അവരുടെ ഭാഷയിൽ യേശു ക്രിസ്തുവിനെ അവർ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളോട് ചോദിച്ചാൽ എന്താ അതിന്റെ മറുപടി? തീർച്ചയായിട്ടും സ്നേഹിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനോട് ക്രിസ്ത്യാനിക്ക് സ്നേഹമുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, ആ സ്നേഹം അവർക്ക് ഉപകരിക്കുമോ? അൽ മർഉ മഅ മൻ അഹബ്ബ എന്നാണല്ലോ ഹദീസിലൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ അവൻ സ്നേഹിക്കുന്നവരോടൊപ്പമാണ്. അതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവർ ഉൾക്കൊള്ളുന്ന ആദർശം കൂടി വേണം, ഈമാനും തഖ്വയും തൗഹീദൊക്കെ വേണം. എങ്കിലേ അൽ മർഉ മഅ മൻ അഹബ്ബ, സ്നേഹിക്കുന്നവരോടൊപ്പം കൂടാൻ പറ്റുള്ളൂ. അതിന്റെ തെളിവാണ് ക്രിസ്ത്യാനികളും ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിയെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവരെ സ്നേഹിച്ചപ്പോൾ അതിര് വിട്ടുപോയി, അതിര് ലംഘിച്ചു പോയി. ഉലൂഹിയത്തിന്റെ എഴുത്തിബാറാത്തുകളിലേക്ക് ഈസാ നബിയെ അവർ ഉയർത്തിപ്പോയി. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മൾ മുസ്ലിമീങ്ങളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞും പാടിയുമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേരാത്ത കാര്യങ്ങൾ നബിയെ പറ്റി പറയുന്നു, നബിയെ പറ്റി പാടുന്നു. അതൊക്കെ പലപ്പോഴും നമ്മളിവിടെ പണ്ഡിതന്മാർ പ്രസംഗിച്ചപ്പോൾ കേട്ടിട്ടുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നതൊക്കെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഓർക്കണം, ഇങ്ങനെ ലോകത്തൊരു കിതാബിന്റെ ആളുകൾ വഴി പിഴച്ചുപോയ കാര്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ പല സ്ഥലങ്ങളിലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ വേദഗ്രന്ഥം കയ്യിലുണ്ടായിരുന്നിട്ടും ഒരു സമൂഹത്തിന് വ്യതിചലനം സംഭവിച്ചു. അവരുടെ പ്രവാചകനോടും അവരിൽ ജീവിച്ചു പോയിട്ടുള്ള മഹാന്മാരുടെയും ഒക്കെ വിഷയത്തിൽ, അവരെ സ്നേഹിച്ചതിന്റെ വിഷയത്തിൽ പരിധി വിട്ടുപോയതിന്റെ പേരിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അടിക്കടി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ വിഷയം അവസ്ഥ എന്താണ്? ആ യഹൂദ നസാറാക്കളെ ചാണോട് ചാണായി പിൻപറ്റിക്കൊണ്ട് അവരെ കവച്ചു വെക്കുന്ന രൂപത്തിലാണ് ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിന് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു. യഹൂദികൾക്കും നസാറാക്കൾക്കും പറ്റിയ പിഴവ് നമ്മിൽ സംഭവിക്കാതെ ഈ സമൂഹത്തിന് മുഴുവൻ തൗഹീദിന്റെ വെളിച്ചം നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു. പക്ഷെ നമുക്ക് ആ വിഷയത്തിൽ ഇത് മാത്രം ചെയ്തേച്ചാൽ മതി. നിങ്ങൾ സലഫിയൊന്നും മുജാഹിദുകളൊന്നും ആളുകൾ വിളിച്ചോളൂ. നിങ്ങൾ ഒരു തീരുമാനം എടുത്താൽ മതി. എന്റെ ജീവിതം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അള്ളാഹിനെയും റസൂലിനെയും വഴിപ്പെടണം. അതായത് ഈ ഖുർആനിന്റെ ആശയം അനുസരിച്ചുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ ചര്യ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ പറയുന്നു. ഇതിന് പറ്റുന്ന ഒരു സാഹചര്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി തരണം. അല്ലെങ്കിൽ പിന്നെ അള്ളാഹ് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അള്ളാഹിന്റെ റസൂലിന്റെ ചര്യ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഞാൻ ചിട്ടപ്പെടുത്തുന്നു എന്നുള്ള ഒരൊറ്റ തീരുമാനം നിങ്ങൾ എടുക്കുക. എന്നിട്ട് തീരുമാനിക്കുക, ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് അള്ളാഹിന്റെ ഖുർആനിന്റെ പിന്തുണയുണ്ടോ, അള്ളാഹിന്റെ റസൂലിന്റെ ചര്യയുടെ പിന്തുണയുണ്ടോ എന്നൊരു തീരുമാനം. അത് ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുക. മൗലൂദ് കഴിക്കുമ്പോൾ എന്താണ് ഖുർആനിൽ ഈ മൗലൂദിലൂടെ മഹാത്മാക്കളായ ആളുകളെ, മഹാത്മാക്കളായ അല്ലെങ്കിൽ മഹാത്മാക്കളെന്ന് ധരിക്കുന്ന ആളുകളോടുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ നിലപാടെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടെന്താണ്? പ്രാർത്ഥന ആരോട് നടത്തണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്? ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ആ ആശയമൊക്കെ മനസ്സിൽ തറഞ്ഞ ഒരു മനുഷ്യൻ, പല ആശയങ്ങളും മനസ്സിൽ തറയും, ഖുർആന്റെ ആശയം മാത്രമേ മനസ്സിൽ തറയൂലാത്തുള്ളൂ. തറഞ്ഞ ഒരു മനുഷ്യൻ ഒരിക്കലും ഖുത്ബിയത്ത് കഴിക്കാൻ കഴിയൂല, മഹാത്മാക്കളെ വിളിക്കാൻ കഴിയൂല. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട വിഷയമാണ്.
അപ്പൊ നമ്മുടെ ജീവിതം പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചര്യയുടെയും അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പൊ പണ്ഡിതന്മാർ പറയുന്ന ഒരു ന്യായമുണ്ട്. എന്താ പറയുന്നതെന്നറിയോ? എല്ലാ വിഷയത്തിലും ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കും. എല്ലാ വിഷയത്തിലും ഖുർആനും ഹദീസും അനുസരിച്ച് നബിയുടെ ചര്യ അനുസരിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങൾ ഒരൊറ്റ മറുപടി പറയാ. എന്താ മറുപടി? സാധിക്കുന്ന വിഷയത്തിൽ, ഒരു വിഷയത്തിൽ സാധിക്കുമെങ്കിൽ ഞാൻ ആ രൂപം തിരഞ്ഞെടുക്കും. സാധിക്കുന്ന വിഷയത്തിൽ, ഒരു വിഷയത്തിൽ സാധിക്കുമെങ്കിൽ ഞാൻ ആ രൂപം തിരഞ്ഞെടുക്കും.